മഴയത്ത് ഈ രാത്രി നീ എന്താ നിരാശകാമുകം കളിക്കാൻ ഇറങ്ങിയതാണോ? മുഖത്ത് നോക്കിയിട്ട് ഉത്തരം പറയണം. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? അല്ല. പിന്നെ ചാവാൻ ഇറങ്ങിയതോ? ഉത്തരം പറയണം. അതെ. ആർക്ക് വേണ്ടിയതൊക്കെ? സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സാധനം ഉണ്ടെങ്കിലേ അത് സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്ക്. എത്ര തവണ നീ നിനക്ക് വേണ്ടി ഒരു റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. നിന്നെ വളർത്തി വലുതാക്കി നിന്റെ തന്തനെ തള്ളേലും കുറിച്ച് ആലോചിക്കേ, അല്ലെങ്കിൽ നിനക്കൊപ്പം ഉണ്ടായ നിന്റെ കൂട്ടുകാരെ കുറിച്ച് ആലോചിക്കേ. എന്തിന് നിനക്ക് വേണ്ടി ചാവാൻ നടക്കുന്ന എന്നെക്കുറിച്ചെങ്കിലും നീ ഒന്ന് ആലോചിക്കേ. തൊട്ടതിനും പിടിച്ചതിനും മനുഷ്യന്മാരിങ്ങനെ ചാവാൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ലോകത്ത് 24 വയസ്സിന് ശേഷം ഒരു മനുഷ്യന്മാരും ജീവിച്ചിരിക്കില്ല. നീ തോറ്റോടത്ത് നിന്ന് ജയിച്ചു വരാൻ ശ്രമിക്കണം. മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയെല്ലാം നിനക്കൊരു പുത്തിരയല്ലെന്ന് കാട്ടിക്കൊടുക്കടാ. അപ്പോഴല്ലേടാ നമ്മളൊക്കെ ജയിക്കുക. മനസ്സിനൊരു1000 തവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ നോക്കിയതാ. പക്ഷേ വീണ്ടും വീണ്ടും അവളില്ലാതെ പറ്റില്ലെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താണ്ടാ ചെയ്യേണ്ടത്? അപ്പോൾ നീ ഒന്നു മാത്രം ആലോചിച്ചാൽ മതിയിടാ. നീ ഇല്ലാതെയും അവൾ സന്തോഷവതിയാണെന്ന്. സ്നേഹമാവാം, പക്ഷെ ഒരു പോയിന്റിൽ ആ സ്നേഹമൊന്നും ഒന്നും അല്ലായിരുന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ അപ്പോൾ അതവിടെ വിടണം. അല്ലാതെ അതാലോചിച്ച് എത്ര കാലം നമ്മൾ ജീവിക്കാം? സമയമാവൂടാ, ഇത്തിരി സമയമെടുക്കും നിന്റെ പെർഫെക്റ്റ് മാച്ച് നിൻ്റെ അടുത്ത് തിരിച്ചെത്താൻ. അതുവരെ കാത്തിരിക്കണം. നിന്റെ ലൈഫ് പാർട്ട്ണർ എവിടെയോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇനി ആളായി തന്നെ നിൻ്റെ അടുത്ത് എത്തും. അന്ന് നീ മനസ്സിലുറപ്പിച്ചോ, ആ ആൾക്ക് ഒരിക്കലും നിന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിന്റെ കണ്ണീന്ന് ഒരിറ്റ് കണ്ണുനീര് വിടാൻ ആ പെണ്ണ് സമ്മതിക്കില്ലെന്ന്. നിരാശകാമുകൻ പുഴ നോക്കി കഴിഞ്ഞില്ലേ? ഇനി വാ, നമുക്ക് പോവാം. ഓ വന്നോ ലെവി? ഇവൻ എവിടെന്നാ കിട്ടിയേ? അവൻ അവിടെ റോട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു അമ്മ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് മനുഷ്യൻ തീ തിന്നുവാ. ഇവനൊരു നിമിഷം കാണണ്ടായ പേടിയാവാ. എന്തൊക്കെ മനസ്സിലിട്ട് നടക്കണെന്ന് ദൈവത്തിനറിയാം. അകത്ത് കയറി പോടാ നീ. സോറി അമ്മ. ലെവി, അവന്റെ സ്വഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നോടാ. നീ ഒന്ന് പോയി സംസാരിക്കേ. മിൽക്കി, എടാ നാളെ നീ കുളിച്ച് കുട്ടപ്പനായിട്ട് നമ്മുടെ കമ്പനിക്ക് വരണം. മടിയൊന്നും പിടിക്കരുത് കേട്ടല്ലോ. ഇപ്പോൾ 1-2 മാസമായാലും അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കമ്പനി അടപടലം വീഴും. നിനക്കറിയാലോ, ഞാനൊരൊറ്റ ആൾ കൊണ്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ വരാടാ. പ്രോമിസ്? യെസ്, ഐ പ്രോമിസ്. എടാ, ഇവനാകെ പോയി കിടക്കുവാണല്ലോ. നീ ഞങ്ങളോട് വരാൻ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, എപ്പോഴും ഓടി വന്ന് സംസാരിച്ചവനാ. ഇപ്പൊ നോക്കിയേ, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണം. കഴിഞ്ഞ 7 മാസമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ശരിയാവണ്ടേ? അവൾ അത്രമാത്രം വലിയൊരു എഫക്റ്റ് ആയിരുന്നു അവന്. നിങ്ങൾ ഓർക്കുന്നില്ലേ, അവൻ ആദ്യമായി മദ്യം വേണ്ടെന്ന് പറഞ്ഞ ദിവസം? അതന്നാ. അവൾ എന്ന മധുരമായ ലഹരിയാണ് അവനെ നല്ലവനാക്കിയത്. ഇപ്പോൾ ആ അവൾ തന്നെ വീണ്ടും അവനെ കൊല്ലാതെ കൊന്നുപോയി. അവൾ അവനെ അറിയിക്കുന്നില്ല എത്രമാത്രം നമ്മൾ അവളെ വിശ്വസിച്ചതാണ്.
നമ്മൾക്ക് എല്ലാവർക്കും ഭംഗിയുള്ള ഒരുപാട് ഓർമ്മകൾ അവൾ തന്നതല്ലേ. എന്നിട്ടും വെറും ഒരു മാസം മാത്രം പരിചയമുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കില്ല എന്റെ ധ്വനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. അതെ, എനിക്കും. അവളൊരു പാവ. നിങ്ങൾ ഇപ്പോഴും ഇത് തന്നെ ആലോചിച്ചിരുന്നോ? എന്നിട്ടാണല്ലോ ആ കത്ത് എഴുതി വെച്ച് കുടുംബം മുഴുവൻ ഈ നാട് വിട്ടു പോയത്. മതി, അവളെക്കുറിച്ച് ഇനി ഒരു സംസാരം ഇവിടെ വേണ്ട. എന്തിനാ പെണ്ണ്, ആത്മാർത്ഥമായിട്ടല്ലയോ ഞാൻ സ്നേഹിച്ചത്? എന്തു പറ്റി എൻ്റെ സ്നേഹത്തിന്? അതിൻ്റെ വീര്യം കുറഞ്ഞു പോയോ? നീ ആഗ്രഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞ് കത്തെഴുതി പോയപ്പോൾ എന്തിനാ മുഖം നോക്കി അത് പറയാൻ മടിച്ചേ? ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയാണോ? എനിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ പെണ്ണെ? നീ എൻ്റെ ആത്മാവല്ലായിരുന്നോ? ഇപ്പോൾ അതുമായി നീ പോയില്ലേ? അമ്മേ, അമ്മേ, ലീനമോളോ? വേഗം ഫുഡ് എടുക്ക്, എനിക്ക് വിശക്കുന്നു അമ്മേ. ആഹാ, അപ്പൊ ഒന്നും കഴിക്കാണ്ട് ഇന്ന് ഇറങ്ങിയേ? അവിടെ ഉപ്പുമാവാണമ്മേ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഷെടാ, ഇങ്ങനെ പോയാ ഞങ്ങളുടെ റേഷൻ കാർഡിൽ നിന്റെ പേര് എഴുതേണ്ടി വരുമോ? ഞാൻ വേണേ എഴുതിക്കോച്ചാ, എനിക്ക് കുഴപ്പമില്ല. എങ്കിൽ എൻ്റെയും. ഓ, ഞാനും കരുതി ഈ ഇരട്ടയുടെ പരട്ട എവിടെയെന്ന്. പപ്പ വേണ്ട വേണ്ട. ലെവി, വാ കുഞ്ഞിരിക്കി, നീയും കഴിക്ക്. ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അയ്യോ, ഞാൻ കഴിച്ചമ്മേ. ഉപ്പുമാവ് എൻ്റെ ഫേവറേറ്റ് ആണ്. ആഹാ, എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി എൻ്റെ ചെക്കനെ കാണട്ടെ. ആ, ചെല്ലടാ ചെല്ല്. വേതാളത്തെ തിരക്കി വിക്രമാദിത്യൻ വരുന്നുണ്ടെന്ന് പറ. ഐശ്വരി, നല്ലതെന്താ? എന്താ? ഒന്നുമില്ല. ഡാ ഡാ മിൽക്കി, എന്താടാ? OMG, എന്താണ്? ഇങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല. എന്തുവാടേ? അല്ല, ഇത്രയും നേരത്തെ നിന്റെ കൂളി കഴിഞ്ഞെന്ന് അതിനെ ആര് വിളിച്ച്? ഞാൻ വെറുതെ വെള്ളം തെറിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, നിന്നെ ഞാൻ നൻപാൻ പാടില്ലായിരുന്നു. എന്തോന്നടേ, അടിച്ചു നനച്ച് കുളിച്ചാ നിന്റെ തോലു ഉരുകുവോ? എനിക്ക് മടി. നീ വേഗം വന്നേ, സമയമില്ല സംസാരിച്ചു നിൽക്കാൻ. ഇത്രയും ധൃതിയോ? എന്തിനി? ഫസ്റ്റ് ഇയേഴ്സ് വരുമല്ലേടാ? ഓ, അത് പാണ. നിന്റെ സ്പ്രേ തന്നെ. ഡാ കുറച്ച്. നോ വേ. നിന്റെ എന്ന് പറഞ്ഞ എന്റെ എന്ന് പറഞ്ഞ നിന്റെ. അതുകൊണ്ട് നമ്മളിത് തീരുന്നത് വരെ അടിക്കും, കേട്ടല്ലേ? ഓ തേണ്ടി. ഡാ, ഇവിടെ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, എനിക്ക് വായ നോക്കാനുള്ളതാ. വന്നിങ്ങോട്ട്. നോക്ക്. പിന്നെ ഇപ്പോഴേ പറയാം, ഞാൻ നോക്കുന്നതിനെ നീ എങ്ങാനും നോക്കിയ സെയിം ഗോസ് ടു മീ. ഓ, നിന്റെ ഒന്നും എനിക്ക് പറ്റില്ല. നിന്റെ ടേസ്റ്റ് ചീപ്പാണ്. അതെ, അതുകൊണ്ടാ എനിക്ക് ചീപ്പ് സോൾമേറ്റിനെ കിട്ടിയേ. എടാ നാറി, അതിന്റെ ഇട്ടേ കൂടെ. തെണ്ടികളെ, വരുന്നുണ്ടോ രണ്ടു? അതാ വരുന്നേ. ഹലോ, നിങ്ങൾ എവിടെയുണ്ടെന്ന് ആറുകളെ? വരുവാ, ഇറങ്ങി. ഞാനിവിടെ എത്തിയിട്ട് 1/2 മണിക്കൂറായിട്ട് തെണ്ടുകളെ. ഫൈസലിന്റെ ടീം, ഹരിയുടെ ടീം എല്ലാവരും റാഗിങ് തുടങ്ങി. നിങ്ങൾ തുഴഞ്ഞു വരുമ്പോഴേക്കും ക്ലാസ് തുടങ്ങും. അയ്യോ, ദാ വരുന്നു. വാട, വണ്ടി എടുക്കടാ. o plomo. Plata 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 o plomo. ഡാ നോക്കിയടാ, ആ ടീമുകളൊക്കെ നോക്കി വെച്ചട്ടാ. ഇവിടുത്തെ വമ്പൻ ടീമാണ് വരുന്നത്. അപ്പോ ഹരിയുടെയും ഫൈസലിന്റെ ടീമാണെന്നാണല്ലോ പറഞ്ഞത്. എടാ, അവന്മാരൊരു ഭാഗത്ത്, പക്ഷെ ഇവന്മാരാണ് ടോപ്പിൽ നിൽക്കുന്നത്. 5 അംഗങ്ങൾ മാത്രം കൂടുന്നൊരു ടീം. അതിലെ ടോപ്പ് ലീഡർ എന്ന് പറയുന്നത് മിൽക്കിയാണ്. അത് കഴിഞ്ഞിട്ട് ലെവി, ലെന, രണ്ടും ട്വിൻസാണ്. ഒരു ഗേളും ഒരു ബോയും. പിന്നെ ആൽഡ്രിക്, പിന്നെ സെബാസ്റ്റ്യൻ. ഇവന്മാർ കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെയുള്ള ചെക്കന്മാരൊക്കെ പേടിച്ചു തൂറും. അത്രയ്ക്ക് പവറുള്ള ടീംസാ. എല്ലാവരും ഹൈ ക്ലാസ്സിൽ പഠിക്കുന്നവരാ അവരുടെയൊക്കെ തന്തമാര്. ഈവൻ വേറൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്, അത് നിനക്ക് വഴിയാ മനസ്സിലാവും. ആഹാ, എല്ലാവരും വന്ന് കേറുന്നതേ ഉള്ളൂ. വന്നേ നീയല്ലേ പറഞ്ഞത് എല്ലാവരും വന്ന് എല്ലാവരും പോയിന്നൊക്കെ? അത് പിന്നെ നിങ്ങൾ വേഗം വരാൻ വേണ്ടി. തൊണ്ടി ചേറ്റ നാറി. അല്ല വല്ലാതി, നീ ഇതെവിടെ നിന്ന്? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു. എന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞു നീ ഇവിടെ എത്തിയത്?
അത് പിന്നെ നീ ചോദിച്ചില്ലല്ലോ. ഞാനെവിടെ ആ പെൺകുട്ടികളോട് സംസാരിച്ച് നിൽക്കായിരുന്നു. ഇവൻ എന്ത് സാധനമാടാ. ആ പറഞ്ഞിട്ട് കാര്യമില്ലേ, കൂട്ടുകാരന്മാരായി പോയില്ലേ. വന്നേ നിങ്ങൾ പാടാ. കുട്ടി വരൂ, വന്നേ. എന്നെയാണോ ചേട്ടാ? ആ നീ ഇങ്ങോട്ട് വാ. പറ ചേട്ടാ. കുട്ടീനെ ഇവിടെ ആരെങ്കിലും റാഗ് ചെയ്തോ? ദാ ചേട്ടന്മാര്. ആഹാ, ചെയ്തല്ലേ? എന്തെന്നും പറഞ്ഞാ അവര് റാഗ് ചെയ്തത്? നാളെ തൊട്ട് വരുമ്പോ ചുരിദാറിന് ഷാൾ ഇടരുതെന്ന് പറഞ്ഞു. അച്ചോ, മോള് വന്നേ. നീ എന്താണ്ടാ? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ കോളേജിലെ റാഗിങ്ങും പാടില്ലാന്ന്. റാഗിങ് ആവാം, അതൊരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് എടുക്കണം. അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യത്തിലോ അവര് ബോർഡിലോ വെച്ച് എന്തെങ്കിലും നിങ്ങൾ ചെയ്താ നിന്നൊക്കെ ഡിസ്മസിലെ സസ്പെൻഷന് തന്നു വിടാനായിട്ട് എനിക്കറിയാട്ടാ. ദർഗ, നിന്റെ തന്തൊക്കെ വലിയ പോസ്റ്റിൽ നിൽക്കുകയാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കളിക്കാൻ വരണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും. അതിപ്പോ ഞങ്ങൾ ഇവിടെ പഠിച്ച് തീരുന്നത് വരെ ചെയ്യും. നീയൊക്കെ എന്താ ചെയ്യാൻ പോകുന്നേ? എന്താ ചെയ്യാൻ പോണെന്നല്ലേ ഇപ്പൊ കാട്ടിത്തരാം. ഡാളിയമാരെ ആടാ, ടൂൾസ് എടുത്തേക്ക്. ഓക്കേടാ. എന്ത് നല്ല ശാന്തിയും സമാധാനമുള്ള കോളേജിലെ. അതെ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിവിടെ പഠിക്കാന്ന് കരുതിയത്. ഇവിടെ അടിയും തല്ലവും രാഷ്ട്രീയമൊന്നുമില്ലെന്നാ പറയുന്നത്. ഈശ്വര, തല്ലും അടിയിലാ നടക്കുന്നേ. എന്റെ തല. Shit, I'm sorry. എന്റെ ഉടുപ്പ്, എന്റെ പുതിയ ഉടുപ്പ് ചെളിയാക്കി. തല പൊട്ടി ചോരൊഴിച്ച് നിൽക്കുമ്പോഴും അവളുടെ വസ്ത്രത്തെ കുറിച്ച് മാത്രമായിരുന്നു അപ്പൊ പറഞ്ഞ് കരഞ്ഞത്. അതായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ. शोर में खामोशियां, दूरियों में बटी नजदीकियां, बारिशों में खुली चिंगारियां, जाने क्या क्या लेके आती है हर लम्हा मुझ में यूं तुझे भर जाती है. അധികം വലിയ ആഴമുള്ള മുറിവല്ല, അതുകൊണ്ട് മരുന്ന് വെച്ച് ശരിയാവും. കുറച്ച് ദിവസം തലയ്ക്ക് ചെറിയ തലവേദനകളൊക്കെ ഉണ്ടാവും. ഈ മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ. ഓക്കെ ഡോക്ടർ. ശരി ഡോക്ടർ. എന്നാൽ തത്തെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോടി? ഇല്ലടി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പക്ഷെ ഡ്രസ്സ് കണ്ടിട്ടാ വിഷമം വരുന്ന. എക്സ്ക്യൂസ് മീ. എന്താണ്? ഇനി തല്ലി തല്ലി പൊളിക്കണോ? അയ്യോ അതല്ല, ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിത്തരാം. ഓ, ഇതിന്റെ അതേ ഡിസൈനുള്ള ഡ്രസ്സ് വാങ്ങിത്തരാൻ തന്നെ കൊണ്ട് പറ്റോ? പറ്റുന്നു. നീ ആ നമ്പർ എടുത്തേടാ. എന്നാ ഹലോ അമ്മായി, അതെ ഞാനൊരു ഡ്രസ്സ് ഫോട്ടോ അയച്ചുതരാം. ഇതേ ടൈപ്പ് ഡ്രസ്സ് എനിക്ക് ഇന്ന് ഈവനിങ് കിട്ടണം. ഓ ശരി, പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് കിട്ടും. ഒന്നിവിടെ നിന്നേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഈ ഡ്രസ്സിന്റെ. അതൊന്നും വേണ്ട. വേണടോ, ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ, അപ്പൊ ഞാനായിട്ട് തന്നെ തീർക്കണ്ടേ. എങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഇനി ക്ലാസ്സിൽ കയറാൻ വൈകിക്കണ്ട, തിരിച്ച് ക്ലാസ്സിലേക്ക് പൊക്കോളൂ. ശരി. ഡ്രസ്സ് വൈകുന്നേരം ഞാൻ കൊണ്ടുതരാം. ഏതാ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മതി. ഞാൻ BCA. അപ്പോ എന്താ പേര്? ധ്വനി. നല്ല പേര്, ധ്വനി മിൽക്കി. ചേരുന്നില്ലല്ലോ, ചേർക്കാം. എന്താണ് അളിയ, എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നു? എന്താ മനസ്സിലെ ചാഞ്ചാടിയോ? ആടിടാ ആടി. കാര്യായിട്ടും
എനിക്ക് ആ ധ്വനിയെ വല്ലാണ്ടങ്ങ് ബോധിച്ചു പോയിടാ. എന്താ ചെയ്യണേ? ഓഹോ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ഫസ്റ്റ് നൈറ്റ് അല്ലടാ ആദരാഞ്ജലി. ഒറ്റപ്പെടാന്നല്ലോ മിണ്ടാണ്ടിരിക്കുന്ന ആയേ. നീ പറഞ്ഞേ, എന്നിട്ട് എങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യാൻ പോണത്? എനിക്കറിയില്ല, നോക്കട്ടെ, എങ്ങനെയെങ്കിലും ഞാൻ വളച്ചെടുക്കാം. നിങ്ങളെ പ്രിൻസ് വിളിക്കണ. ആ ഇതാ അടിയുടെ ബാക്കി ചോദിക്കാനായിരിക്കും. വാ. പിന്നെ അല്ലാതെ, വാ പോവാം. മിൽക്കി ആൻഡ് ഫൈസൽ, വൈ ആർ യു ഗൈസ് ലൈക്ക് ദിസ്? എത്ര തവണ ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തന്നിട്ടുണ്ട്. ഇന്ന് ന്യൂ സ്റ്റുഡൻസ് വരുവാണ്. സോ അവർ വരുമ്പോൾ ഇവിടെ ഇത്രയും മേനേഴ്സ് ഇല്ലാത്ത കോളേജാണെന്ന് അറിഞ്ഞാൽ എത്ര പേര് ഈ കോളേജിൽ നിന്ന് ഇന്ന് തന്നെ മടങ്ങുമെന്ന് നിങ്ങൾക്കറിയോ? കോളേജിന് പേരുദോഷം നൽകാനായിട്ട് നിങ്ങൾ രണ്ടെണ്ണം എന്തിനാ രാവിലെ തന്നെ പടച്ചിറങ്ങുന്നേ? സർ, ഞാനല്ല, മിൽക്കിയാണ് എൻ്റെ അടുത്ത് വന്ന് ഒച്ചമ്പേളം ഉണ്ടാക്കിയത്. അതെന്താ, എനിക്ക് വട്ടുണ്ടോ നിന്റെ അടുത്ത് വന്ന് വെറുതെ ഒച്ചമ്പേളം കൊടുക്കാനായിട്ട്? കാര്യമില്ലാണ്ട് നിന്നെ ചെറിയാനായിട്ട് അത്ര വലിയ ബുദ്ധിയില്ലാത്ത മണ്ടനൊന്നുമല്ല ഞാൻ. സംഭവം എന്താണ്? നിങ്ങൾക്കിടയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ആദ്യം അത് പറ. സാർ, ഞങ്ങൾ മര്യാദയ്ക്ക് അവിടെ നിൽക്കായിരുന്നു, ഇവന്മാരെ വന്ന് അടിച്ചത്. മര്യാദയ്ക്ക് നിൽക്കുന്നവർ ആരെങ്കിലും വന്ന് അടിക്കോ സാർ? ഇതൊന്നുമല്ല, ഇവന്മാര് റാഗിംഗ് ഇല്ലാത്ത കോളേജിൽ വന്ന് റാഗ് ചെയ്തു. അതെ സാർ, വേണമെങ്കിൽ തെളിവുണ്ട്. ഈ നിൽക്കുന്ന കുട്ടിയില്ലേ, ഈ പെൺകുട്ടിയോട് ഇവന്മാരെ അപമര്യാദയായി പെരുമാറി. ആദ്യം വരുന്ന കുട്ടിയോട് ഇങ്ങനെയാണോ സംസാരിക്കണത്? എന്താ അവൻ പറഞ്ഞത്? ആ കുട്ടിയോട് ഇനി വരുമ്പോ ഷാൾ ഇട്ട് വരണ്ട എന്ന് പറഞ്ഞു. മോളെ, സത്യമാണ് കേൾക്കുന്നത്? അത് നന്ദു, നീ ഇവിടെ നിൽക്ക്. ഞാൻ ഈ ഫയൽ ഒന്ന് പ്രിൻസിക്ക് കൊടുത്തിട്ട് തരാം. ആടി. ഡോ, താൻ പേടിക്കണ്ടടോ. ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു ചെക്കന്മാരും മോൾ ഉപദ്രവിക്കില്ല. നീ അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്ക്. അത് പിന്നെ സാർ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു. പിന്നെ ഈ ഒരു അച്ചറാട്ട തെളിവില് സാർ ഇതൊക്കെ accept ചെയ്യാൻ പോവാണോ? സാർ ഇതൊന്നും വിശ്വസിക്കല സാറേ. ഇത് വമ്മാര് പറഞ്ഞു വിട്ട പെണ്ണായിരിക്കും. അല്ല, എനിക്ക് ഈ ചേട്ടന്മാർ അറിയും കൂടിയില്ല. ഞാൻ വരുമ്പോൾ ഇവരെന്നെ റാഗ് ചെയ്തു. എന്നോട് ഷാള് മാറ്റാൻ പറഞ്ഞു. ഞാൻ മാറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നാളെ വരുമ്പോ ഈ ഷാളിട്ട് നീ വരരുതെന്ന്. പിന്നെ വേറെന്തിട്ടാ പറഞ്ഞത്? പിന്നെ അങ്ങോട്ട് പറ മോളെ. പിന്നെ എന്റെ ബ്രൈഡ് സൈസ് എത്രയാന്ന് ചോദിച്ചു. ഞാനങ്ങനെ ചോദിച്ചോ? എന്താ മോളെ കള്ളം പറയുന്ന? നീ എന്തിനെ ഇപ്പനെ തല്ലിയേ? നീയൊക്കെ ഒരാണാണോടാ? വെറുതെ നല്ലവന്മാരായ ആണുങ്ങളുടെ വില കളയാനായിട്ട്. അതും എനിക്ക് സൈസ് അറിയാനെങ്കിൽ പോയിട്ട് അമ്മയുടെ പെങ്ങളുടെയും ചോദിക്കടാ. അവന്റെ സൈസ് അറിയാൻ വന്നിരിക്കുന്നു. ഷാൾ ഇടണോ ഇടണ്ടോ, എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടമാണ്. നീ ഇപ്പൊ ചെയ്യണത് നിന്റെ മോളോടോ നിന്റെ ഭാര്യയോടോ ആരെങ്കിലും ഒരു കാലത്ത് ചെയ്യും. അപ്പൊ നീ മനസ്സിലാക്കോടാ എന്താ ഇതിൻ്റെയൊക്കെ വേദന എന്ന്. ഒരിക്കലും നിന്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ പറയണം. അപ്പൊ നീ പഠിക്കും. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ഇനിയും കണ്ണടച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനെ വീണ്ടും പൊട്ടിക്കൂട്ടോ. അയ്യോ, അത് വേണ്ട. നിനക്ക് ഞാൻ 1 മാസം സസ്പെൻഷൻ തന്നേക്കുവാ. ഇനി 1 മാസം കഴിഞ്ഞിട്ട് വന്നാ മതി, കേട്ടല്ലോ? ഓക്കെ സാർ. ഡി, നിനക്ക് ഞാൻ വന്നിട്ട് തരാടി. ഓ, നീ ഇപ്പൊ എന്നെ മുക്കി കേച്ചു. ഒന്ന് പോടാപ്പാ. ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. പതുക്കെ. സാർ, എനിക്ക് ഈ ഫയലൊന്ന് തരാനുണ്ടായിരുന്നു. ആ കുട്ടിയോട് വെച്ചോളൂ. നിങ്ങളൊക്കെ പോയേ. ഇനി ഇതേമാതിരി വേറെ എന്തെങ്കിലും കേസ് ഉണ്ടാക്കിയ പറഞ്ഞു തീർക്കാനുള്ള പറഞ്ഞു തീർക്കണം. അടി ഉണ്ടാക്കരുത് കേട്ടാ. ഇല്ല ചാ, ഇനി ഒന്നും ഉണ്ടാവില്ല. ഐ മീൻ ഇല്ല സാർ. പോ. എടാ, എന്നാ ഒരു ബോൾഡാടാ അവള്. അതെ, നമ്മുടെ അപ്പൊ ഈ ലെന എന്ന് പറഞ്ഞ ഈ കുരുപ്പുണ്ടായിട്ട് എന്തെങ്കിലും ഇവളിങ്ങനെ പ്രതികരിക്കണം കണ്ടിട്ടുണ്ടോ? പേടിച്ച് മാറി നിൽക്കല്ലാണ്ട്. ഓ, അതിപ്പം എനിക്ക് ബോൾഡാവാനായിട്ട് എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അവളിപ്പോ എന്തിനാണോ ചാടിക്കയറി അങ്ങനെ ചെയ്യാൻ നിന്നത്? ഇനിയിപ്പം അവന്റെ ടീമൊക്കെ എന്തവള് ചെയ്യാന്ന് പറയാൻ പറ്റൂല. അവളെ ആരും ഒന്നും ചെയ്യില്ല. കാരണേ അവളിനി എന്റെയാ. ഓ, ആയിക്കോട്ടെ. നിങ്ങൾ എന്നാ സംസാരിക്ക്. ഞാൻ എന്റെ പെണ്ണിനെ കൊണ്ടുപോട്ടെ. ലെന ബേബി, വാ, നമുക്ക് ഒന്ന് ഡേറ്റിനൊക്കെ പോയിട്ട് വരാം. ഓ, ഞാനത് വിചാരിച്ചതേ ഉള്ളൂ. വായിട്ടായി കണ്ടപ്പടിയ എന്റെ ടിന്നിനൊക്കെ ലൈൻ സെറ്റായി. നീ ഇപ്പോൾ സിംഗിൾ. ഒന്ന് പോടാപ്പാ. എനിക്കുള്ള പെണ്ണ് എന്റെ മുമ്പിൽ തന്നെ വരും, നോക്കിക്കോ. കണ്ടാ മതി. ഡാഡാ, നിന്റെ പെണ്ണ് വന്ന പോലെ എനിക്കും വരും കേട്ടോ. ഓ, ആയിക്കോട്ടെ. ധ്വനി, നിങ്ങളെന്ത് ഇവിടെ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സാധനം തരാന്ന്. സംഭവം കൈ കിട്ടിട്ടുണ്ട്. പോയി മാറി തന്നാ കൊള്ളായിരുന്നു. എന്ത് മാറി തരാൻ? അല്ല, ഈ ഡ്രസ്സ് കൊണ്ടുപോയി ഇതിട്ടിട്ട് നീ ഇപ്പൊ ഇട്ടിരിക്കുന്നത് എനിക്ക് തന്ന കൊള്ളായിരുന്നു എന്ന്. ഞാനിട്ടിരിക്കുന്നത് തനിക്കെന്തിനാണ്?
അതെന്ത് ചോദ്യവാ? ഈ 2 ഡ്രസ്സായിട്ട് വീട്ടിൽ പോവാ? അമ്മയ്ക്ക് സംശയം തോന്നൂലേ? ഓ അത് ശരിയാണല്ലോ. എന്നെ ഇവിടെ നിൽക്ക്, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. അയ്യോ അതേണ്ട, ഞാനും വരാന്ന്. വേണ്ട വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ പോയിരുന്നാ മതി, ഞാൻ അവിടെ കൊണ്ടു തന്നോളാം. ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ അങ്ങോട്ട് കൊണ്ടുതാ. അല്ല, ഇയാൾക്ക് എന്നെ ക്ലാസ് അറിയോ? ഇല്ല. അപ്പോ എന്റെ പേരോ? അറിയില്ല. പിന്നെ എങ്ങനെ തരാനാ? ഇതൊന്നും അറിയണ്ടേ? അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അറിയണ്ടേ? എന്റെ പേര് മിൽക്കി. ഞാൻ ബികോം സ്റ്റുഡന്റ് ആണ്, 3rd ഇയർ. ഓ ചേട്ടനായിരുന്നല്ലേ? അതെ അതെ. സോറി ചേട്ടാ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് അവിടെ കൊണ്ടുതരാം. ഓ ഇത്ര റെസ്പെക്ട് ഒന്നും വേണ്ട. നേരത്തെ വിളിച്ച മാതിരിയേ വിളിച്ചാൽ മതി, അത് കേൾക്കാനാ രസം. ഏ ഒന്നുമില്ല. അല്ല, താൻ ഒറ്റയ്ക്കാണോ ഡ്രസ്സ് മാറാൻ പോകുന്നത്? ഇല്ല, ഫ്രണ്ട് ഉണ്ട്. അപ്പോ ഫ്രണ്ടിനെ വിളിക്കേ. അവള് NCAക്ക് പേര് കൊടുക്കാൻ പോയിക്ക, കുറച്ചു നേരം കഴിയുമ്പോ വരും. ആ എന്നാ അപ്പോഴായാലും മതി, ഞങ്ങളെന്നാ പോട്ടെ. ശരി. അല്ല, ഇയാളുടെ ഫ്രണ്ടിന്റെ പേരെന്താ? അളകനന്ദ. ലോങ് നെയിം. ഓക്കേടാ, ബൈ. ബൈ. അതെ, മിൽക്കേട്ടാ. മിൽക്കി കേട്ടനോ? എനിക്ക് എന്തോ പോലെ. നീനെ മിൽക്കി വിളിച്ചാ മതി. അത്ര അത് ചിരിക്കാനൊന്നുമില്ല. എന്നാ ഡ്രസ്സ്. ഓ താങ്ക് യു. അല്ലതുന് തനിക്ക് ഈ ഡ്രസ്സ് കറക്റ്റ് പാകാണല്ലോ. ഈ അളവ് എങ്ങനെ ഇവന് മനസ്സിലായി? അതിപ്പോ അവളുടെ ബോഡി നോക്കിയാ മനസ്സിലാവൂലേ? ഹാ? അങ്ങനെയല്ല, ജസ്റ്റ് ഞാൻ എന്റെ മൈൻഡിലുള്ള ഒരളവ് പറഞ്ഞു, അമ്മായി അത് എടുത്തോണ്ട് വന്നു. ഓ ഓക്കെ ഓക്കെ. എടാ നാറിയട്ടെ, കൂടുള്ള നിന്റെ ഈ വലിവുണ്ടല്ലോ. ഒരു സുഖം, ഒരു മനസുഖം പെട്ടക്ക് ഞാൻ. തത്തെ നമുക്ക് പോവാം. ആടി പോവാം. വാവ്. ധ്വനി, ഇതാണോ താൻ പറഞ്ഞ തന്റെ കൂട്ടുകാരത്തി? ഇതാ അളകനന്ദ. ആഹാ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ നന്ദ. ഓ ഓക്കെ. സെറ്റായിടാ, സെറ്റായി. എനിക്കും പെണ്ണ് സെറ്റായി. ശരിക്കും ആടാ, എനിക്ക് ഇഷ്ടായി അവളെ. വെൽ ഡൺ ബൈ പോയി പാടന്ന്. അല്ല, കുറച്ചേരം മുമ്പ് നീ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നല്ലോ, എന്റെ ട്വിന്നിനെ ചെക്കനെ കിട്ടി എനിക്ക് ആരുമില്ലാന്ന്. ഇപ്പൊ കണ്ടില്ലേ? ഈ പറയണ നിനക്കുണ്ടോ? പറ പറ പറ. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. പറയടാ, നിനക്കുണ്ടാ? എടാ അങ്ങനൊക്കെ ചോദിച്ച സത്യം പറയടാ, നിനക്കുണ്ടാ? ഉണ്ട്. എന്നിട്ട് നീ എന്താണ് ഞങ്ങളോട് പറഞ്ഞത്? അത് പിന്നെ എടാ, നിങ്ങൾ എങ്ങനെ ഇത് എടുക്കുന്ന എനിക്കറിയില്ല, അതുകൊണ്ടാ. പിന്നെ നിനക്ക് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ എടുത്താലും ഇപ്പൊ എന്താ പ്രശ്നം? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അതല്ലടാ സംഭവം. നീ കൊച്ചിനെ കാട്ടി തന്നേ, ഞങ്ങൾ സംസാരിച്ചോളാം. ഓ അതാണ് പ്രശ്നം. എന്ത്? അത് പെൺകുട്ടിയല്ല, ഐ മീൻ ഈസ് എ ബോയ്. സോ യു മീൻ യു ആർ എ ഗേ? എടാ, എന്നെ നിങ്ങൾ വെറുക്കരുത്. എനിക്കറിയാൻ പാടില്ല എപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ഫീലിങ്സ് വന്നേന്ന്. ഞാൻ അവന് കമ്മിറ്റഡ് ആയിട്ട് ഇപ്പോൾ 1 മാസമായി. 1 മാസമായിട്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ലെന്നോ? എടാ, നിന്റെ വിചാരം എന്തുവാ? ഞങ്ങൾ ഈ പണ്ടത്തെ ആൾക്കാരെ പോലെ തന്നെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കണമെന്നോ? എടാ, കാലം മാറി, അതനുസരിച്ച് മനുഷ്യന്മാർ മാറണം. നീ ഗേയാന്നും പറഞ്ഞ് ഞങ്ങൾക്ക് പ്രൗഡ് മാത്രമേ ഉള്ളൂ. നീ നിന്റെ പാർട്ട്ണറിനെ കണ്ടുപിടിച്ചില്ലേടാ. വി ആർ റിയലി പ്രൗഡ്. ഇനി ഞങ്ങൾ ഒരിക്കലും വെറുക്കില്ല, മനസ്സിലായല്ലോ? ഇനി ഇങ്ങനൊന്നും മറച്ചു വെക്കരുത്. ഇല്ലടാ, ഒരിക്കലില്ല. ലവ് യു ഗൈസ്. വി ലവ് യു ടു. പിന്നെ എന്നാ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാല്ലേ? ഈവനിങ് ആയില്ലേ? ആടാ, അപ്പൊ ഞാൻ ഇറങ്ങുക. ശരി, എന്നാ ഞാനും ബൈ. ആടാ, ബൈ. വന്നു എന്റെ മോൻ. എന്തായിരുന്നു കോളേജില്? ഓ, അപ്പൊ പിതാശ്രീ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കാണുമല്ലേ? പറഞ്ഞു. പിന്നെ അവന്മാര് ആ പെൺകുട്ടികളോട് അങ്ങനൊക്കെ സംസാരിച്ച ഞാൻ എന്ത് ചെയ്യാനാ? അതിന് തല്ലാണോ വേണ്ടത്? ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇനി എങ്ങാനും നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ കേട്ടാല്. ഇല്ലമ്മ, നിർത്തി. പിന്നെ ഏതാടാ കൊച്ച്? ഏത് കൊച്ച്? അല്ല, അവന്മാരെ ചെവിടത്ത് നോക്കി പൊട്ടിച്ചു നക്കച്ചൻ പറഞ്ഞു. അതൊരു കൊച്ച്. എന്താണ്ടാ മുഖത്തൊക്കെ ഒരു തിളക്കം? അമ്മേ, എനിക്ക് ആ കൊച്ചിനോട് ചെറിയൊരു ക്രഷ് അടിച്ച്. ശരിക്കും? ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പഠിക്കുമ്പോ ലൈൻ ഇല്ലെങ്കിൽ അതൊക്കെ വെറും ബോറാവുന്നു. ഇപ്പൊ സെറ്റായില്ലേ? ഇപ്പൊ അവള് വന്നത് നിനക്ക് വേണ്ടിയാ. വളയ്ക്കാൻ നോക്ക് വേഗം, വേറെ ആരെങ്കിലും ഒക്കെ കൊത്തിക്കൊണ്ടു പോകും. ആണല്ലേ? അമ്മ പറഞ്ഞാലും കാര്യമുണ്ട്.
ഞാനിനി കളിക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും. ചെല്ല് ചെല്ല്, ഇനി പോയി ഫ്രഷ് ആയിട്ട് വാ, ചായ എടുത്തേക്കാം. ഓക്കെ അമ്മ, ബൈ. എന്താ പപ്പ കാണണമെന്ന് പറഞ്ഞത്? ആ എടാ അതെ, ഫ്രഷേഴ്സ് ഡേ നടത്തണ്ടേ? എങ്ങനെയാണ് പരിപാടികൾ? അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് നടത്തിയാൽ പോരെ? അതാകുമ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ടൈം കിട്ടും. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ. ആ അത് നല്ലതാ. പിന്നെ നിങ്ങളുടെ പരിപാടി ഉണ്ടാവില്ലേ? അത് വേണോ പപ്പ? പിന്നല്ലാണ്ട് നിങ്ങളുടെ ഗാനമേളയില്ലാണ്ട് എന്തു പരിപാടി? ഗാനമേള അല്ല പപ്പ, ബാൻഡ്. എന്തായാലും പാടല്ലേ? ആ അത് മതി. നീ അപ്പൊ പാടല്ലേ? ആ ശരി ശരി, പാടാ. അവരോട് സംസാരിക്കട്ടെ. ആ ഓക്കെ, ബൈ. ചെല്ലു ക്ലാസ്സിൽ പൊക്കോ. ആ പോവാ. ആ പിന്നെ നീ PG ഇവിടെ തന്നെ പഠിക്കല്ലേ? അത് പിന്നെ പഠിക്കണ്ടേ? അവൾ എന്തായാലും 2 വർഷം ഇവിടെ ഉണ്ടാവും. അപ്പൊ PG ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിച്ചാലേ നിനക്ക് അവളെ വളച്ചെടുക്കാൻ പറ്റും. ഓ അപ്പൊ അമ്മ പറഞ്ഞു. പറഞ്ഞു. നീ എന്നോട് എന്ത് പറയാണ്ടിരുന്നാലും അവൾ എന്നോട് പറയും. റൊമാൻറ്റിക് കപ്പിൾസ്. ശരിയെന്നാ. ശരി. ഹേ ധോനി. എന്താ? അല്ല, ഇന്നലെ വീട്ടിൽ പോയിട്ട് എന്തായി? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? അമ്മ ഒന്നും പറഞ്ഞില്ല. ഈ തലനെ കുറിച്ച്? അത് ഞാൻ വഴിക്ക് വീണാന്ന് പറഞ്ഞു. എന്നിട്ട് ചീത്ത കിട്ടിയോ? ഇല്ല, ശ്രദ്ധിച്ച് നടക്കാൻ പറഞ്ഞു. അല്ല, ഫ്രഷേഴ്സ് ഡേ വരുന്നുണ്ട്. താൻ എന്തെങ്കിലും പരിപാടിക്കുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്രഷേഴ്സ് ഡേക്ക് എന്നാ വെച്ചേക്കുന്നേ? അത് 2 ആഴ്ച കഴിഞ്ഞാലുണ്ടാവും. അപ്പോഴത്തേനും ഞാൻ എന്തെങ്കിലും നോക്കാം. നോക്കണം, നോക്കാണ്ടിരിക്കാൻ പാടില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ പരിപാടി ഓരോരുത്തരിൽ നിന്ന് ഉണ്ടാവണം. ശരി, ഞാൻ ശ്രമിക്കാം. ഓക്കെ ദെൻ, ബൈ. ബൈ. അപ്പോൾ ഇവിടെ ഫ്രഷേഴ്സ് ഡേക്ക് വന്നിരിക്കുന്ന എല്ലാ ഫസ്റ്റ് ഇയേഴ്സിനും സ്വാഗതം. ഐശ്വര്യത്തോടു കൂടി നമ്മുടെ ചെയർപേഴ്സണായ മിൽക്കിയും അവരുടെ ടീമിനെയും സ്വാഗതം ചെയ്യുന്നു. അവരുടെ ഒരു അസല സോങ്ങോട് കൂടി പരിപാടി ആരംഭിക്കുകയാണ്. നീ മറന്നു പോയൊരു നാളില പോലെ നാം ഒത്തുപള്ളിയിൽ ഒത്തുചേരൂ ഏറിയ നാള് പോയതല്ലേ. നീ മറന്നു പോയൊരു നാളില പോലെ നാം ഒത്തുപള്ളിയിൽ ഒത്തുചേരൂ ഏറിയ നാള് പോയതല്ലേ. അന്ന് നീ കടിച്ചു പാതി തന്നു കുഞ്ഞുകിനാവിൻ കണ്ണിമങ്ങ ഒത്തിരുന്നു കാത്തിരുന്നു ജീവിതമാകെ നേരിടുമ്പോൾ നീ പച്ചത്തുരുമ്പായി സ്വപ്നത്തുരുമ്പായി കൽവിലിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താത്തെ പഴമേ കളിച്ചുണ്ടിൽ പൂത്തിരി മുത്തായി ചെത്തിരി എന്നെ കാത്തുവച്ചു. ഒന്നാംകിളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു ഒരു കൊണ്ടുവരുണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി എണ്ണാതതിലേറി കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താത്തെ പഴമേ കളിച്ചുണ്ടിൽ പൂത്തിരി മുത്തായി ചെത്തിരി എന്നെ കാത്തുവച്ചു. എന്ത് രസമായിട്ടാണല്ലേ അവർ പാട്ട് പാടുന്നത്. കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് പങ്കെടുക്കാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ BCയിൽ പഠിക്കുന്ന ധ്വനിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡീഡി, നിന്റെ പേര് വിളിച്ച് ചെല്ലു. എനിക്ക് ടെൻഷൻ ആവുന്നു. ഒന്നുമില്ല, ഓൾ ദ ബെസ്റ്റ്. പൊളിച്ചടക്ക്. ഓക്കെ ദെൻ, ബൈ. എടാ, നിന്റെ പെണ്ണിന്റെ പേര് വിളിച്ചടാ. വാടാ. വിളിച്ച മാറ്. She is fucking beautiful, bro. എടാ മതിയിടാ, നോക്കി വെള്ളം ഇറക്കിയത്. അടുത്തൊരു സൂപ്പർ ഡ്യൂപ്പർ സോങ്ങുമായിട്ട് വരുന്നു അളകനന്ദ ഫ്രം BCA. അയ്യോ എന്റെ അളകു, മാറി ഇങ്ങോട്ട്. ഇപ്പൊ വെള്ളം ഇറക്കണത് ആരാണാവോ എന്തോ. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ. അന്നെന്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എന്റെ ഉൾപ്പൂ
ഡോ നന്ദ, ആ ചേട്ടാ. തന്റെ പാട്ടുഗ്രനായിട്ടുണ്ട് കേട്ടോ. ആ താങ്ക് യു. ചേട്ടന്റെ നേരത്തെ പാടുന്നത് ഞാൻ കേട്ടിരുന്നു. ഓ താങ്ക് യു. ധോനി, ആ തന്റെ ഡാൻസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പ്രത്യേകിച്ച് തന്റെ കണ്ണുകള്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഹാ ഐ മീൻ കണ്ണുകൾ എഴുതിയിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. താങ്ക് യു. അപ്പൊ ബൈ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ആ ശരി. ധോനി, ഹാ ചായ കുടിക്കാൻ വരുന്നുണ്ടോ? വേണ്ട. അയ്യോ വാടോ, തന്റെ കൂട്ടുകാരെയും വിളിച്ചോ, നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. പൈസ ഇല്ല. അത് സാരല്ല, ഞങ്ങൾ എടുത്തോണ്ടെന്ന്. ധോനി, നന്ദ, നിങ്ങൾ സിനിമ കാണാൻ വരുന്നുണ്ടോ? അയ്യോ ഞങ്ങളൊന്നുമില്ല. അത് പേടിക്കണ്ടോ, വന്നോ, ഞങ്ങളുടെ കൂടെ ദേ ഈ കുരിപ്പും കൂടി ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പൈസ ഞങ്ങൾ എടുത്തോണ്ടെന്ന് വാ. എടി പോണോ? വാന്ന് ഞാനില്ലേ, വന്നോ നിങ്ങള്? ധോനി, ഹാ ഇതൊരു ഡാൻസ് പെർഫോമൻസിന്റെ ലിസ്റ്റാ. താൻ വേണമെങ്കിൽ ഇതിൽ പങ്കെടുത്തോടോ. തനിക്ക് നല്ല കഴിവുണ്ട് ഇതിൽ, അതുകൊണ്ട് ഐ തിങ്ക് യു ഗോണ ഗെറ്റ് ഫസ്റ്റ് പ്രൈസ്. എനിക്ക് തോന്നുന്നില്ല. ഹേ ബി കോൺഫിഡന്റ് യാ, തന്നെ കൊണ്ട് പറ്റുന്നേ, ചെല്ല്. ഓക്കെ. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. പതിയെ പതിയെ ഞങ്ങൾ എല്ലാവരും ഒരൊറ്റ ടീമായി മാറി. ധ്വനി, അളകനന്ദ, ഞാൻ, ലിവി, ലെന, അൾറിക്, സെബാസ്റ്റ്യൻ, ജാക്സൺ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്ത് നടന്നു. സൗഹൃദങ്ങൾ പങ്കുവച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേത്വാ പുതിയ ഭാവം കണ്ടറിഞ്ഞേ, ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ചേർന്നിരിക്കാൻ, ദൂരെയാകാശത്തണലിൽ തനിച്ചിരിക്കാം, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. തത്തേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? എന്ത്? അല്ല, ഇവിടെ മിൽക്കി ചേട്ടനും പിന്നെ അവരുടെ ഗ്യാങ്ങും മൊത്തം ഇതുവരെ വേറെ ആരുമായിട്ടും ഇത്രയും കമ്പനി കൂടിയിട്ടില്ല. പക്ഷെ നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ്. അത് ഞാൻ ശ്രദ്ധിക്കേണ്ടില്ല. എന്തേ? അല്ല, നിനക്ക് തോന്നുന്നില്ലേ മിൽക്കേട്ടന് നിന്നോട് എന്തോ ഒരിതില്ലേന്ന്? എന്തില്ലേന്ന്? ഇഷ്ടടി. അതില്ല, പക്ഷെ അവിടെ നിന്ന് നിന്നെ വായി നോക്കുന്ന ആ ചേട്ടൻ എന്തോ നിന്നോടില്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏത് ചേട്ടൻ? നേരെ നോക്കിക്കേ. ഹാ, ലിവിയേട്ടൻ? ആള് തന്നെ. പുള്ളിക്ക് നിന്നോട് എന്തോ ഒരു ഇതുണ്ട്. പാടന്ന്. ഇതല്ലല്ലോ ഞാൻ വിചാരിച്ച എക്സ്പ്രഷൻ. അതെന്നെ. സത്യം പറയടി, നിനക്ക് പുള്ളിയെ ഇഷ്ടല്ലേ? എനിക്ക് പുള്ളി ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിക്ക് വേറെ വല്ല ലൈൻ ഉണ്ടാവുന്ന വെച്ചിട്ടാ ഞാൻ മിണ്ടാണ്ടിരുന്നത്. എടി, പുള്ളിക്ക് ആരുല്ലടി, വേഗം ഇഷ്ടാന്ന് പോയി പറഞ്ഞു. അയ്യോ, ഇപ്പോഴൊന്നും പറ്റില്ല, കുറച്ച് സമയം എടുക്കട്ടെ. പെട്ടെന്ന് പോയി പറഞ്ഞാ ഞാൻ മറ്റേതാന്ന് വിചാരിക്കില്ലേ? എന്ത് മറ്റേത്? കോഴിയേ? ഏയ്, അങ്ങനൊന്നും വിചാരിക്കില്ലെന്നേ. പുള്ളിക്ക് നിന്നോട് എന്തോ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ രണ്ടും ഒത്തുപോകും. സമയം എടുത്താലും പെട്ടെന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് കൊത്തിയുണ്ടാവും. ശരി ശരി. എന്നാൽ വാ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. വാ. ഇതെവിടെയായിരുന്നു? ഞങ്ങള് വെറുതെ സംസാരിക്കായിരുന്നു. വാ, ഇരിക്കേ. മിൽക്കി, എനിക്ക് മിൽക്കിയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. അല്ല, പേഴ്സണലി നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം. അയ്യോ, എനിക്കങ്ങനെ സീക്രറ്റ് ഒന്നും വേണ്ട. ഇവരുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ മതി. അത് പിന്നെ മിൽക്കി, എനിക്ക് തന്നെ ഇഷ്ടമാണ്. വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട്? അത് എന്തത്? ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ്. അവളുടെ മുഖത്ത് നോക്കി അത് പറയാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ അങ്ങോട്ട് പറ മനുഷ്യ. അതെ, എന്റെ ഗേൾ ഫ്രണ്ട് അവള്. ഞാൻ വിശ്വസിക്കില്ല. ഓ, അപ്പൊ നീ വിശ്വസിക്കില്ല. നിനക്ക് ഞാൻ ഇപ്പൊ വിശ്വസിപ്പിച്ച് കാട്ടിത്തരാം. കണ്ടല്ലോ, ഇനി പൊക്കോ.
ആ എന്റെ ചുണ്ട് ചോര വരുന്നു. നീ എന്ത് കടിയടി കടിച്ചത്? പിന്നെ വേനെടുത്തോ? ഇല്ല, ഒട്ടും വേനെടുത്തില്ല. ചോരല്ലേ വരുന്നുള്ളൂ. ആ പിന്നെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മര്യാദയ്ക്ക് എൻ്റെ കൊച്ചുങ്ങൾ നോക്കി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ കേട്ടോ? അപ്പോ എന്റെ അഭിപ്രായം കേൾക്കണ്ടേ? എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അല്ലേ? ആ പിന്നല്ലാതെ. അതായിരുന്നു ഞങ്ങളുടെ പ്രണയത്തിന്റെ തുടക്കം. അന്ന് മുതൽ പിന്നീട് ഞങ്ങളുടെ പ്രണയത്തിന്റെ നാളുകളായിരുന്നു. 3 വർഷം കഴിഞ്ഞത് ഞാനും അവളെ അറിഞ്ഞില്ല. ഒരിക്കല് അവളെൻ്റെ മൊത്തം കൺട്രോൾ കളയാനായിട്ട് ഒരു സാരി എടുത്ത് വന്നിരുന്നു. അതായിരുന്നു അവളുടെ ശരീരം കൊണ്ട് ഞാൻ സ്വന്തമാക്കിയ ദിവസം. മിക്കു എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? നല്ല ഭംഗിയുണ്ട്. ആണല്ലേ? എന്നാ ഞാൻ പോട്ടെ. എങ്ങോട്ടാ പോകുന്നേ? ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ഉള്ളിലെ സിംഹത്തിനെ ഉണർത്തി വെച്ചിട്ട് അവൾ പോവാണെന്ന്. മിക്കു മിണ്ടരുത്. മിക്കു ഈസ് ഗോയിങ് ടു ബി എ ടൈഗർ ടുഡേ. അയ്യോ വേണ്ട മോനെ വേണ്ട. എന്ത് വേണ്ട മോനേന്ന്? എങ്ങോട്ട് ഓടി വണ്ണേ? മിക്കു ആൻഡ് ഫ്രണ്ട്സ്, ഇതാരാന്നറിയോ? എൻ്റെ ബെസ്റ്റിയാ. എൻ്റെ കൂടെ കുറേ കാലമായിട്ട് കൂടുള്ളതാ. ഇപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത്. ഇവൻ പുറത്തായിരുന്നു. പേര് അഖിൽ. ഹായ് ഗൈസ്, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. അതായിരുന്നു തുടക്കം. അവൻ അവളെ അന്ന് പരിചയപ്പെടുത്തിയത് മുതൽ 1 മാസത്തോളം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പതിയെ അവൻ എന്നെ അവളിൽ നിന്ന് അകറ്റുന്നത് പോലെ തോന്നി. എപ്പോഴും അവളെ ബിസിയാണ് അവൻ്റെ കൂടെ. എന്നോട് സംസാരിക്കാൻ നേരില്ല, എനിക്ക് മെസ്സേജ് അയക്കാൻ നേരമില്ല, എന്നെ കോൾ ചെയ്യാൻ നേരില്ല, ഒന്നിനും അവൾക്ക് നേരമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം കത്തെഴുതി വെച്ച് അവൾ ഇറങ്ങിപ്പോയി അവൻ്റെ കൂടെ. മിൽക്കിടാ, ആ എന്ത് ഇരിപ്പാണ്ടത്? ഓഫീസിൽ വന്നിട്ട് വർക്ക് ചെയ്യേണ്ടി കിടന്ന് ഉറങ്ങുന്നോ? സോറിടാ. എന്താ വിളിച്ചേ? എടാ, അമ്മ വിളിച്ചിരുന്നു, നമുക്ക് ഒരിടം വരെ പോണം. എങ്ങോട്ടാ? അത് ചാച്ചന് വയ്യാന്ന്. ആ ഞാൻ ദാ വരുന്നു. ഇതെന്താ ചേച്ചാ പെട്ടെന്ന് പറ്റിയേ? ഒരു ചെറിയ നെഞ്ചുവേന. വന്ന് നോക്കിയപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇനി അത് ശരിയാക്കണം. ഇടയ്ക്ക് ഈ ചെക്കപ്പ് ഒക്കെ നടത്തണമെന്ന് ഞാൻ പറയാറുള്ളതല്ലേ, കേൾക്കണ്ടേ? അതിനാരാ ഞാൻ പറയുന്നത് കേൾക്കുന്നേ? മിൽക്കി, നീ എൻ്റെ കൂടെ പുറത്തേക്ക് വന്നേ. എന്തുവാ? നീ അവിടെ നിന്നാലേ വായു തോന്നിയതൊക്കെ വിളിച്ചു പറയും. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അല്ലെങ്കിൽ ഞാൻ വരണം, ആർക്കാ പിടിക്കാറ്? ഓ, ഈ ചെക്കനൊന്നും മിണ്ടാണ്ടിരിയടാ. ആ ധ്വനി, ദേടാ ധ്വനി. എവിടെ എവിടെ? ദേ, ആ ധോനി, വാടാ. ധ്വനി പ്ലീസ്, ധ്വനി എൻ്റെ അടുത്തേക്കൊന്ന് തിരിച്ചു വാ ധ്വനി പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്തിനാ എന്നെ ഇട്ടേച്ച് പോയത്? മിൽക്കി, ആ
പറ ധ്വനി. ഞാൻ ധ്വനിയല്ല. നീ എന്തൊക്കെയാ പറയുന്നത്? അതേ മിൽക്കി, ഞാൻ നീ ഉദ്ദേശിക്കുന്ന നിന്റെ ധ്വനിയല്ല. ഞാൻ ധ്വനിയുടെ ട്വിൻ സിസ്റ്ററാണ്. അപ്പോ അവളെന്തേ? അവള് കുഞ്ഞെ വാവേനെ ഡോക്ടറിനെ കാട്ടിക്കഴിഞ്ഞു. പോവാ നമുക്ക്. പോവാ. അതെ, ഒന്ന് പറഞ്ഞിട്ട് പോ. ഞാൻ എല്ലാം പറയാം. നിങ്ങൾ ഈ അഡ്രസ്സിലോട്ട് വാ. ശരി. എന്നാ ചായ കുടിക്കേ. ഞങ്ങള് ചായ കുടിക്കാൻ വന്നതല്ല, ധ്വനിയെ കാണാൻ വന്നതാ. ധ്വനി എന്തേ? മിൽക്കി, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ടാ തൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. പക്ഷേ റിയാലിറ്റി അത് താൻ ആക്സെപ്റ്റ് ചെയ്യണം. എന്നുവെച്ചാ ഇയാൾ എന്തീ പറഞ്ഞു തരുന്നത്? അതായത് മിൽക്കി ഓർക്കുന്നുണ്ടോ? മിൽക്കി അവളെ ശരീരം കൊണ്ട് സ്വന്തമാക്കിയ ദിവസം. ഞാൻ ഓർക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും അവൾ പീരിയഡ്സ് ആവാണ്ടായപ്പോൾ ഡോക്ടർ ഒന്ന് പോയി കണ്ടു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. ആ സന്തോഷ വാർത്ത തന്നോട് പറയാൻ അവൾ ആഗ്രഹിച്ചിരുന്നതാണ്. എന്നിട്ട് എന്താ അവള് പറയാഞ്ഞത്? പക്ഷേ അന്ന് ആ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ വ്യത്യാസം കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവളെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണമെന്നും പറഞ്ഞു. അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അവൾക്ക് ക്യാൻസർ ആണെന്ന്. അതും ഫൈനൽ സ്റ്റേജ് ആയിരുന്നു. രക്ഷിക്കാൻ യാതൊരുവിധ മാർഗവും ഇല്ല. അവളുടേതൊരു റെയർ കേസായിരുന്നു. അവസാന ഘട്ടത്തിൽ മാത്രം കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഒരു ക്യാൻസർ. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞും അതിൻ്റെ അച്ഛനും ഒറ്റപ്പെടാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ടാവണം അവൾ ഒരു നാടകം കളിച്ചു. നിൻ്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള വെറുപ്പ് കുത്തിവെക്കുക. അതിനുവേണ്ടി എൻ്റെ ബോയ് ഫ്രണ്ടിനെയാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. അന്ന് അങ്ങനെ ഒരു കത്തെഴുതിയതും മനസ്സില്ലാ മനസ്സോട് കൂടിയായിരുന്നു. ഒരുപാട് അവൾ കരഞ്ഞിട്ടുണ്ട്. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കിട്ടുമെന്ന് പോലും ഡോക്ടർക്കൊരു വാക്ക് തരാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ ഡെലിവറിക്ക് അമ്മയും കുഞ്ഞും മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് തന്നെ ഇതൊന്നും അറിയിക്കാതെ എല്ലാം ഒളിപ്പിച്ച് വെച്ച് അവൾ തന്നെ എല്ലാം അനുഭവിച്ചത്. അല്ലാതെ തന്നെ വെറുത്തിട്ടോ തന്നെ ഇട്ടേച്ച് പോകാനോ അവൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മിൽക്കി തന്നെയാണ്. അത് കഴിഞ്ഞ് 8ാം മാസത്തിൽ ഡെലിവറി ഉണ്ടായിരുന്നു. കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കുഞ്ഞിനെ കിട്ടി. പക്ഷെ എൻ്റെ ധ്വനി, എൻ്റെ തത്ത, അവളെ മാത്രം കണ്ടു ഓർന്നില്ല. എടാ ഇങ്ങനെ കരയില്ലേ പ്ലീസ്. എനിക്ക് പേടിയാവുന്നു. മിൽക്കി നിർത്തടാ. പോയില്ലേടാ, എന്തോരം ഞാൻ സ്നേഹിച്ചതാടാ. ഇത് ധ്വനി നിനക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചതാ മിക്കു. ഒരുപക്ഷെ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ നിനക്ക് എന്ന് ഓർത്തിരിക്കാനായിട്ട് ഞാൻ നിനക്കൊരാളെ തരാം. എനിക്ക് പൂർണ്ണ ഉറപ്പാണ്, ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞ് മരിക്കില്ല എന്ന്. നീ അവളെ നോക്കണേടാ. വേറെ കല്യാണം കഴിക്കണം. പക്ഷേ ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ ആർക്കും വേണ്ടി വിട്ടുകൊടുക്കരുത്. അതിനെ നീ പൊന്നുപോലെ നോക്കണം. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നിന്നെപ്പോലൊരു ബോയ് ഫ്രണ്ടിനെ ജീവന് തുല്യം സ്നേഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നീയും ഹാപ്പി ആയിട്ടിരിക്കണം. ഞാനിവിടെ ഇല്ലെന്നും പറഞ്ഞ് കുറുമ്പൊന്നും കാട്ടിയേക്കരുത് കേട്ടോ. നല്ല അനുസരണമുള്ള അച്ഛനായിട്ട് നമ്മുടെ മോനെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗത്തിലെത്തിക്കണം, കേട്ടല്ലോ? അയ്യോ, മോനാണോ മോളാണെന്ന് എനിക്കറിയില്ലല്ലോ അല്ലേ. മോളായാലും മോനായാലും അവർക്കൊരു കുറവുണ്ടാവരുത്. അമ്മയില്ലാതെ നമ്മുടെ കുഞ്ഞിനെ തോന്നാനും പാടില്ല. പിന്നെ ഐ ലവ് യു സോ മച്ച്. എന്തിനാടി പെണ്ണ് എന്നെ തനിച്ചാക്കി നീ പോയത്? നമ്മുടെ കുഞ്ഞിനെ വളർത്തുമ്പോൾ എടുത്ത് ശകാരിക്കാനും എന്നെ സ്നേഹിക്കാനും നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാടി? ധ്വനി എന്താ ധ്വനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കെന്താ കുഴപ്പം? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കെന്ത് പ്രശ്നമൊന്നും മനുഷ്യ? ഒന്നുമില്ല. എന്താ സ്വപ്നം വല്ലതും കണ്ടോ? എന്ത് സ്വപ്ന? അത് നീ ഞാൻ മരിക്കുന്നതാ. ഒന്ന് പൊക്കണം. മനുഷ്യനെ കൊല്ലുന്നോ? പോയാ കൊച്ചിന്റെ ഡയപ്പർ മാറ്റ്. എനിക്ക് വേറെ പണിയുണ്ട്. ഓക്കെ.